ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാജോ കോർണർ. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു പുലാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീളത്തിലാണ് അരിഞ്ഞത്. പിന്നെ ഒരു 5 ബീൻസ് അരിഞ്ഞിട്ടുണ്ട്, ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കോളിഫ്ലവറൊക്കെ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാൻ 1.25 ഗ്ലാസ് റൈസ് വെള്ളത്തിൽ കുതിർത്തിയ ശേഷം കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ്. ഇനി കുക്കർ ചൂടാക്കാൻ വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടു, അതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മറ്റ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ നമ്മുടെ റൈസിന് ഒരു മഞ്ഞ കളറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്തതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റൈസ് ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ കുക്കറിൽ പുലാവ് ശരിയാവില്ല. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളവും പിന്നെ കൂടാതെ പച്ചക്കറി വഴന്നു വരാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1.25 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളവും പിന്നെ എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. ഇത് തിളച്ച് വന്നതിന് ശേഷം അതിൽ ഉപ്പ് നോക്കുക. ഉപ്പ് ഒന്ന് മുന്തി നിന്ന് കഴിഞ്ഞാലാണ് പുലാവ് ശരിയാവുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പൂണ് വെച്ച് ഇളക്കരുതേ, കാരണം അത് ചൂടുള്ളത് കൊണ്ട് അരിയൊക്കെ ഒട്ടിപ്പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി ചൂടാറിയതിന് ശേഷമാണ് സെർവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡോ അച്ചാറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. സാധാരണ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അരിയൊക്കെ വെന്തൊട്ടി പോകുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വെള്ളം കറക്റ്റായാൽ നമ്മുടെ പുലാവ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്